ഓക്കെ, മഷ്റൂം വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമോ? പിന്നെന്താ, നമുക്ക് ഉണ്ടാക്കാമോ? അങ്ങനെയാണ് നമുക്ക് കിട്ടിക്കാച്ച് മഷ്റൂം റോസ് മസാല ഉണ്ടാക്കാം. വളരെ സിമ്പിൾ ആണ്, നമുക്ക് ഉണ്ടാക്കിയാലോ? വയോ. ആദ്യം തന്നെ കുറച്ച് മഷ്റൂം അഥവാ കൂൺ എടുക്കുക. ഇതിന് വേണമെങ്കിൽ അതിന്റെ പടപടപടയെന്നും കൂടെ തൊലി പൊളിക്കുക. എന്നിട്ട് നേരെ കൊണ്ട് കിഴി കുട്ടപ്പനാക്കി എടുക്കുക. എന്നിട്ട് കൊണ്ട് കുനുകുനാന്നും കൂടെ ചോപ്പ് ചെയ്തും കൂടെ എടുക്കുക. എന്നിട്ട് നേരെ ഒരു ബോളയും കൂടെ ഇട്ടോ. മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ക്രഷ്ഡ് പെപ്പർ ആൻഡ് സ്ക്വീസ് ഓഫ് ലെമൺ. എന്നിട്ട് അതിലേക്ക് യോഗട്ട് അല്ലെങ്കിൽ തൈര്. എന്നിട്ട് നാലെണ്ണം തിരുവി പിടിച്ചങ്ങോട്ട് മാരിനേറ്റ് അങ്ങോട്ട് മാറ്റി വെച്ചോ. ഒരു പാനിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ, ഒരു ടീസ്പൂൺ ഘീ, നല്ലോണം ചൂടായി വരുമ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അങ്ങോട്ട് ഇടുക. ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് കുനുകുനാ ചൊപ്പ് ചെയ്ത് ഉള്ളി ഇടുക. കുറച്ച് ഇടുക. എന്നിട്ട് നല്ലോണം വാട്ടി സെറ്റ് ആക്കുക. കുനുകുനാ ചൊപ്പ് ചെയ്ത് തക്കാളി എന്നിട്ട് അടച്ചു വെച്ചൊരു മീഡിയം ഫ്ലെയിമിലും കൂടെ വെക്കുക. അപ്പൊ തക്കാളി നല്ലോണം ഉക്കാവും. എന്നിട്ട് പിന്നെ നല്ലോണം ഇളക്കി മിക്സ് ചെയ്തിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത എല്ലാ സാധനങ്ങളും അതിലേക്ക് കൊണ്ട് ഇടുക. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ വെച്ചിട്ട് നല്ലോണം ഇളക്കി സെറ്റ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് 10 to 15 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തിട്ടോ. എന്നിട്ട് തുറക്കുമ്പോൾ സാധനം സെറ്റ് ഇട്ടോ. എന്നിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് യോഗട്ട് അല്ലെങ്കിൽ തൈര് പിന്നെ നല്ലോണം ഇളക്കി സെറ്റ് ചെയ്തിട്ട് അടച്ചിട്ട് ഒരു 2 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തു. ചോപ്റ്റ് മല്ലിയെല്ലാം വെച്ചും കൂടെ ഗാർണിഷ് ചെയ്യുക. അതേപോലെ കസൂരി മേഥിയും കൂടെ സ്പ്രിങ്കിൾ ചെയ്ത് കൊണ്ട് കൊടുക്കുക. ഫൈനലി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചും കൊണ്ട് തണുക്കട്ടെ. എന്നിട്ട് നേരെ എടുത്തൊരു പാത്രത്തിലേക്ക് കൊണ്ട് മാറ്റിക്കോ. സോ നമ്മൾ മഷ്റൂം റോസ് മസാല ഇസ് റെഡി. എന്നിട്ട് പൊറോട്ട, നെയ്ച്ചോറ്, ചപ്പാത്തി എന്തെങ്കിലുമൊക്കെ ഒരു കുന്തം വെച്ചിട്ട് പിടുത്തങ്ങോട്ട് പിടിച്ചാണ്ടല്ലോ, സ്വർഗം. അതാണ് നമ്മളെ മഷ്റൂം റോസ് മസാലയുടെ റെസിപ്പി. ഇത് കിടക്കാരി സാധനമാണ്. അപ്പൊ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. എന്നാ പിന്നെ ഗൈസ്, ഓക്കെ, ബൈ.